സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്ന ഒട്ടനവധി ചരിത്ര സംഭവങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ പ്രവാചക ശൃംഖലയിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ വലിയ ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ബലി നിർവഹിക്കുന്ന ആളുകളായി മാറണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനാ കർമ്മമാണ് ഇസ്ലാമിൽ ബലികർമ്മം എന്നുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഉദ്ഹിയ്യത്തിൻ്റെ ഹുക്മുകളുമായി ബന്ധപ്പെട്ട്, നിബന്ധനകളുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ള വചനങ്ങളും ഹദീസുകളിലെ വചനാമൃതങ്ങളൊക്കെ നമുക്കൊരുപാട് കാണാൻ കഴിയും. ഒന്ന്, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഉണർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും അതേപോലെ തന്നെ വൻഹർ, നീ ബലീകർമ്മം നിർവഹിക്കുകയും ചെയ്യുക, ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നാണ് പരിശുദ്ധ ഖുർആൻ 108-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തിയ കാര്യം. ഇവിടെ ബലീകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമായി നിർവഹിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിലൊക്കെ നമുക്ക് കാണാം, ബലിയെ സംബന്ധിച്ച്, ബലീകർമ്മത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചവൻ പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണ് നമസ്കാരത്തിൻ്റെ വേളയിൽ, ഇബാദത്ത് നിർവഹിക്കുന്ന നിസ്കാരത്തിൻ്റെ വേളയിൽ പോലും ഒരു മുസ്ലിം ഉരുവിടുന്ന വാചകം അല്ലെങ്കിൽ അവൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്ത് 6-ാമത്തെ അധ്യായം 162-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഖുൽ, നബിയെ പറയണം അവരോട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പ്രഖ്യാപിക്കുന്നവനാകണം ഒരു മുസ്ലിം. ഖുൽ, നബിയെ പറയണം, ഇന്ന സ്വലാത്തി, നിശ്ചയമായും എൻ്റെ പ്രാർത്ഥന, എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മങ്ങളും, അതേപോലെ തന്നെ വമഹിയായ, എൻ്റെ ഉപജീവനവും, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനുള്ളതാകുന്നു, എൻ്റെ രക്ഷിതാവായ, എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ഇബാദത്ത് നിർവഹിക്കുന്നിടത്ത് എല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്കുള്ളതാണെങ്കിൽ, സഹോദരങ്ങൾ, അവിടെ ബലീകർമ്മത്തെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയാണ്. നിസ്കാരത്തെ എണ്ണിപ്പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ പ്രാർത്ഥന അതിനെ എണ്ണിപ്പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു വനുസുക്കി, ബലീകർമ്മം നിർവഹിക്കാൻ കൽപ്പിക്കുകയാണ് നമ്മളോട്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലീകർമ്മത്തിന് പ്രചോദനം നൽകുന്ന വചനങ്ങൾ നമുക്ക് കാണാം. 22-ാമത്തെ അധ്യായം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാഹു മൻസകൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്,
അലാ മാ റസഖഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, അതായത് എല്ലാ സമുദായത്തിനും ഒരു ഇബാദത്തിന്റെ ആരാധനാക്രമങ്ങൾ അവർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട്, അതേ ആ നാമം ഉരുവിട്ടുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ റിസ്ഖിനെ, അവർക്ക് നൽകിയ അനുഗ്രഹത്തെ, ആ അനുഗ്രഹം എന്ന് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കന്നുകാലികളിൽ നിന്ന് അവർക്ക് അനുവദിച്ചിട്ടുള്ള കന്നുകാലികളെ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കേണ്ടതിനു വേണ്ടി എത്രയത് ഒരു ബലീകർമ്മം അറുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ റിസ്ഖിനെ സംബന്ധിച്ച് ഉപജീവനം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്ന് അറവ് നടത്താനുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവിടെ ബഹീമത്തുൽ അൻആം, കന്നുകാലികളെ അറുക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് കൽപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പോൾ അവിടേക്ക് എന്താണ് ബലീകർമ്മത്തിന് പ്രചോദനം നൽകുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉളുഹിയ്യത്ത് മതപരമായ കർമ്മമാണെന്നും മതപരമായ ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത് ഏകോപിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണെന്ന് ഇത്തരം ഹദീസുകളെയും ആയത്തുകളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്ന വചനങ്ങൾ കാണാം. ഇബ്നു ഖുദാമ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അതൊരു കൂട്ടായ്മയോടുകൂടി നിർവഹിക്കേണ്ട, ഏകോപിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചരിത്ര സംഭവങ്ങളെ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കുന്നിടത്ത് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പ്രധാനമായും നമ്മൾ വായിക്കുന്നതും നമ്മൾ പഠിക്കുന്നതും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സന്താനത്തിന് വേണ്ടി വാർദ്ധക്യത്തിൻ്റെ സമയത്തും മക്കളില്ലാത്തതിൻ്റെ വിഷമം അല്ലാഹുവോട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണേ നാഥ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു നൽകുന്ന സന്തോഷ വാർത്ത എന്താ? ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹു ഒരു ഗുലാമിന്, ഒരു സന്താനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഫലമ്മാ ബലഗ മഅഹു സഅയ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ളൊരു സന്താനത്തെ നൽകി. ആ സന്താനത്തെ നൽകി ആ കുട്ടി തൻ്റെ കൈ പിടിച്ച് വളർന്ന് നടക്കാനുള്ള പ്രായമാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കണമെന്ന് സ്വപ്നത്തിലൂടെ അല്ലാഹു പ്രകടമാക്കുന്ന ഈ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കേട്ട് ശീലിച്ച ചരിത്രമാണ്. അവിടെ അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം കാണുകയാണ് സ്വന്തം മകനെ അറുക്കണമെന്ന് റഹ്മാനായ റബ്ബ് കൽപ്പിക്കുന്നത് സ്വപ്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കാണാം. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ മുന്നിലേക്ക് പോകുന്നത് ഖുർആൻ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് ചെന്ന് പറയാണ്, ഖാലയാ ഗുലാം, എൻ്റെ പൊന്നുമോനെ, എൻ്റെ മോനെ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അദ്ബഹുക മോനെ, നിന്നെ അറുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? മകനോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ആ മകൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നിടത്ത് കാണാം. ഫൻദുറു മാദാ തറാ, നിന്നെ അറുക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. ഞാൻ എന്താണ് ഇവിടെ നിർവഹിക്കേണ്ടതെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കിട്ടിയ ആ സന്താനത്തിൻ്റെ പ്രതികരണം എന്താണെന്നറിയോ? ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. അള്ളാഹു ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിക്കാനുള്ള നിർദ്ദേശം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ നിർദ്ദേശം സ്വീകരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറവ് നിർവഹിക്കാൻ വേണ്ടി മകനോട് ചോദിക്കുമ്പോൾ
ദീൻ ഉൾക്കൊണ്ട ഒരു മകൻ്റെ പ്രതികരണം എന്തായിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാം. ദീൻ ഉൾക്കൊണ്ട ഒരു മകൻ്റെ പ്രതികരണം, യാ അബത്തി, എൻ്റെ പൊന്നുവാപ്പ, ഇഫ്അൽ മാ തുഅ്മർ, ഇഫ്അൽ, വാപ്പ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, എന്താണോ റബ്ബ് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളിന. മാ തുഅ്മർ, എന്താണോ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറയാണ്. എന്നിട്ട് പറയുന്നു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, നാളെ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ സ്വർഗത്തിൽ വെച്ച് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ പാപ്പ നമുക്ക് കണ്ടുമുട്ടാം. ഈ ഒരൊറ്റ വാക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെയും കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നതും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതൊക്കെ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഇബ്രാഹിം അല്ലദീ വഫ, കരാറുകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് അല്ലാഹു ആയത്തിറങ്ങുന്നത്, ഇറക്കി കൊടുക്കുന്നത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം ഒരു ബലിമൃഗത്തെ അറുക്കാൻ പറഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ പാലിച്ചിരിക്കുന്നു ഇബ്രാഹിം, അതുകൊണ്ട് ഇബ്രാഹിം മകനെ വിട്ടിട്ട് പകരം ഒരു ബലിമൃഗത്തെ ഇറക്കാനുള്ള കൽപ്പന ആ സമയത്താണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യം അതാണ്. നോക്കൂ നിങ്ങൾ, ഖദ് സ്വദ്ദഖ്ത റുഅ്യ, ഖുർആൻ എടുത്തു പറഞ്ഞ വാക്ക്. അവിടെ സത്യസന്ധമായി താങ്കളത് പുലർത്തിയിരിക്കുന്നു, ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു, അള്ളാൻ്റെ കൽപ്പന മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതാ പകരം ഒരു ബലിമൃഗത്തെ അറുക്കാനുള്ള കൽപ്പന വരാൻ. ആ കൽപ്പന സ്വീകരിച്ചിട്ടാണ് സഹോദരങ്ങളെ ഈ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ടാണ് ഉളുഹിയ്യത്തിന് വേണ്ടി ബലി പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ ഈ ചരിത്രങ്ങളെ ഓർത്തുകൊണ്ട് നമ്മളൊക്കെ ഉളുഹിയ്യത്തിലേക്ക് ഇറങ്ങുന്നത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ ഈ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൽബിനോടൊന്ന് ചോദിക്കണം, നമ്മുടെ മനസ്സിനോട് സുഹൃത്തുക്കളെ നമ്മളൊന്ന് ചോദിക്കണം. സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗനിർഭലമായ ചരിത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, എനിക്ക് ഉളുഹിയ്യത്തറുക്കാൻ എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ എൻ്റെ വർഷത്തിൽ നിന്ന് ഒരു കിട്ടുന്ന ഒരു വിഹിതം മാറ്റിവെച്ച് എനിക്ക് ചെയ്തുകൂടെ എന്ന് സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കി. നമുക്ക് പറ്റൂലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങളും ത്യാഗങ്ങളൊക്കെ കേട്ട് അതിങ്ങനെ രോമാഞ്ചം കൊണ്ട് ഞാൻ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിലാണെന്ന് അവകാശവാദമൊക്കെ ഉന്നയിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക, സത്യസന്ധമായി നമ്മൾ ചോദിക്കുക, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്തവരാരാ, ബുദ്ധിമുട്ടുകളില്ലാത്തവരാരാ? ഇതിൻ്റെ മഹിമയും മഹത്വവും എന്താണ്? ഉളുഹിയ്യത്ത് കൊണ്ട് ഉള്ള ഹിക്മത്തുകൾ എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ വേഗത്തിൽ അതിൻ്റെ ചില ഹിക്മത്തുകളൊന്നും പറയാം. അള്ളാഹുവിന് വേണ്ടി മാത്രം അറക്കുന്ന ഒരു ഇബാദത്താണ്, ഒരു തൗഹീദിൽ ഊട്ടപ്പെട്ട ഒരു ഇബാദത്താണ് ഉളുഹിയ്യത്ത്. ഒന്നാമത്തെ കാര്യം അതാണ്, തൗഹീദിൽ ഊട്ടപ്പെട്ട ഒരു കർമ്മമാണ് ഇബാദത്ത്. ഏകദൈവ വിശ്വാസത്തിൻ്റെ പേരിൽ ആ തൗഹീദിൻ്റെ ചരിത്രം പഠിപ്പിച്ചെടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കർമ്മം അല്ലേ. അള്ളാഹു മനുഷ്യർക്ക് അത് ഒരു ഏറ്റവും മുഅക്കദായ ശ്രേഷ്ഠമായ ഒരു സുന്നത്തായ കർമ്മമായി നിശ്ചയിക്കപ്പെട്ടു. ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചൊരു കാര്യം, അത്രയും ശ്രേഷ്ഠമായ, എന്നാൽ ഒരു വിശ്വാസി ഏറ്റവും ശ്രദ്ധയോടെ നിർവഹിക്കേണ്ട ഒരു കർമ്മമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എടുത്തു പറഞ്ഞ ഒരു ഇബാദത്ത്. രണ്ടാമത്തത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ഉണ്ടാക്കുന്ന ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. അള്ളാഹ്ക്ക് വേണ്ടി ബലി കർമ്മം നിർവഹിക്കുമ്പോൾ പടച്ച റബ്ബുമായി നമ്മുടെ കൽബടുക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ മനസ്സുകൊണ്ടുമൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു കർമ്മം. മൂന്നാമത്തെ കാര്യത്തെ അറിയോ, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം. സഹോദരങ്ങളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കലാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം. ഉളുഹിയ്യത്തിന് വേണ്ടി തീരുമാനിച്ച ഒരാൾക്ക് കിട്ടുന്ന നേട്ടം എന്താ? ആ നേട്ടം എന്നുള്ളത് സുഹൃത്തുക്കളെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് അവൻ പ്രതിഫലം സമ്പാദിച്ചു കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ അവൻ നിർവഹിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, അള്ളാഹു നൽകിയ അനുഗ്രഹം പരസ്യപ്പെടുത്തുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടി അവൻ നിർവഹിക്കുകയാണ് അല്ലേ. അഞ്ചാമത്തെ കാര്യം പഠിപ്പിച്ചിടത്ത് അള്ളാഹുവിൻ്റെ സ്മരണ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണം അവൻ പ്രകടമാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുസരിച്ചതുപോലെ
അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിൻ്റെ ഒരു കൽപ്പന അനുസരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് കീഴുതെങ്കിൽ മുസ്ലിമായി അവൻ മാറുകയാണ് ഉളുഹിയ്യത്തിലൂടെ ഉണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ബോധ്യപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് അള്ളാഹുവോടുള്ള ഭക്തിയും ത്യാഗത്തിൻ്റെ സ്മരണകളും പ്രകടമാക്കലാണ് ഈ ഒരു ഒറ്റ കർമ്മത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം. ഏഴാമത്തെ പ്രത്യേകത എന്താ അറിയോ? ഹജ്ജിൻ്റെ ആ കർമ്മങ്ങളുമായി മനസ്സിനെ ബന്ധിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്ത്. ഹജ്ജ് കർമ്മവുമായിട്ടൊരു ബന്ധം എന്തിനുണ്ട്? ഉളുഹിയ്യത്തിനുണ്ട്. ആ ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കലാണ് ഉളുഹിയ്യത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമെന്നാണ്. എട്ടാമത്തെ പ്രത്യേകത, പിശുക്കിൽ നിന്ന് മനുഷ്യന് സംരക്ഷണം നൽകുന്ന, മോചനം നൽകുന്ന ഒരു കർമ്മമാണ് പിശുക്ക്. നമ്മളൊക്കെ പലപ്പോഴും പിടികൂടാറുള്ളൊരു മേഖലയാണ് പിശുക്ക്. പിശുക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മോചനമാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. മറ്റൊരു പ്രത്യേകത പിന്നെ സാധുക്കളെ ഭക്ഷിപ്പിക്കലും ഉളുഹിയ്യത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടമാണ്. ഒരു പെരുന്നാളിൻ്റെ ദിവസം സാധുക്കൾക്ക് ഒരു മാംസാഹാരം അതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. ഇബ്രാഹിം നബി പഠിപ്പിച്ചൊരു ജീവിതത്തിൽ കാണിച്ചു തന്നൊരു സുന്നത്തിനെ ജീവിപ്പിക്കൽ കൂടിയാണ് എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊണ്ട ഒന്നാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഇത്തരം ഹിക്മത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന, ഇത്തരം പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഉളുഹിയ്യത്തിലേക്ക് സഹോദരങ്ങളെ എൻ്റെ വിഹിതം ഞാൻ കൊടുക്കുന്നുണ്ടോ? നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി, നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്ന് ഒരു കുടുംബത്തേക്ക് ഒരു ഓഹരിയെങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഓഹരി ഞാൻ കൊടുക്കണം. ഒന്നിനറുക്കലാണ് അഫ്ളലെങ്കിലും സഹോദരങ്ങളെ കഴിയില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ ഒരു ഓഹരിയെങ്കിലും ഒന്ന് കൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പരാജയപ്പെടും. നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ വചനമോദി പഠിപ്പിച്ചത് 22-ാമത്തെ അധ്യായത്തിലൂടെ തന്നെ അള്ളാഹു ബോധ്യപ്പെടുത്തണം. 37-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ലയ്യനാലല്ലാഹു ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകി യനാലുഹുല്ലാഹു തഖ്വാ മിൻകും. അവരുടെ മാംസമോ, അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുകയില്ല. നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ്, നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. സഹോദരങ്ങളെ, അറവ് നടത്തുന്നത് എന്തിനാ? ഞാൻ വലിയ സാധനത്തിന് അറുത്തു, ഞാനാണ് ഇപ്രാവശ്യം നല്ലതിനെ അറുത്തത് എന്ന് മോടി കാണിക്കാനല്ല, മറിച്ച് അള്ളാഹ്ക്ക് വേണ്ടി അതിലൂടെ കിട്ടുന്ന നേട്ടം. നമ്മുടെ അറുക്കുന്ന അറവ് കൊണ്ട് അതിൻ്റെ രക്തം അള്ളാഹിൻ്റെ അടുക്കിലേക്ക് എത്തൂല, അതിൻ്റെ മാംസത്തിൻ്റെ വിഹിതം അള്ളാഹുവിലേക്ക് എത്തൂല. ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം തഖ്വയിലൂടെ, ആ നിങ്ങളുടെ ഖൽബിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാവണമെന്നാണ്. ബലികർമ്മത്തിൻ്റെ ലക്ഷ്യം കേവലം ഒരു അറവ് മാത്രമല്ല, അത് ആ മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഖൽബ് നിറയെ ഇഖ്ലാസും ഈമാനും നിറഞ്ഞ ഒരു ഇബാദത്താക്കിയതിനെ മാറ്റണമെന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ. അതുകൊണ്ടാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ അറുക്കുക എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഇത് തൗഹീദിന് വേണ്ടി കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ഇബാദത്താണെന്ന് കൂടി മനസ്സിലാക്കണം. പലപ്പോഴും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലികർമ്മം നിർവഹിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കുന്നവർ, അള്ളാഹു അല്ലാത്ത മഹാന്മാരുടെ തൃപ്തിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു ഇബാദത്തായിട്ടൊക്കെ പലപ്പോഴും പല ബലികർമ്മങ്ങളും മാറാറുണ്ട്. ഇസ്ലാമിലൊരു ബലി എന്ന് ഉളുഹിയ്യത്തിൻ്റെ സമയത്താവട്ടെ, അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ, അള്ളാൻ്റെ പേരിലല്ലാത്ത ഒരറവ് ഒരു മുസ്ലിം അറുക്കാൻ പാടില്ല. അത് ശിർക്കാണ്. നമ്മുടെ ഖൽബിൽ ആൾക്കാർ കാണട്ടെ എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ ഖൽബിൽ നിന്ന് രൂപപ്പെടാൻ പാടില്ല. അല്ലാഹ്ക്ക് വേണ്ടി ഹുർരിമത് അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, ഹുർരിമത് അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മുൽ ഖിൻസീർ. ഖുർആൻ പഠിപ്പിക്കുന്നു,
അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ ഭക്ഷണങ്ങൾ ഏതാണെന്നറിയുമോ? ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് അൽ മൈത്തത, ശവം, അതേ ശവത്തിൽ നിന്ന് ചത്ത വസ്തുക്കൾ തിന്നുന്നതും, വദ്ദമ, അതേ രക്തവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നിട്ട് റബ്ബ് നിർത്തിയില്ല, വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. പന്നിമാംസത്തിന്റെയും രക്തത്തിന്റെയും ശവത്തിന്റെയും കൂടെ അല്ല എണ്ണി പഠിപ്പിച്ചതാണ് ഏത്? വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് എന്നാണ്. അത് തൗഹീദിനെതിരാ. അതുകൊണ്ട് ഉളുഹിയ്യത്ത് ഒരിക്കലും അല്ലാഹു അല്ലാത്തവർക്കാവൂലല്ലോ, അല്ലാഹ്ക്ക് വേണ്ടി, അല്ലാഹ്ക്ക് വേണ്ടി. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന കൽപ്പന മാനിച്ച് അതനുസരിച്ചുകൊണ്ട് നമ്മൾ അറവ് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. തൗഹീദിന് വേണ്ടി, അല്ലാഹ്ക്ക് വേണ്ടി, ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ച ഒരു ഇബാദത്താക്കി നമ്മളതിനെ നിർവഹിക്കാനാണ്. സഹോദരങ്ങളെ, ബലീകർമ്മത്തിൻ്റെ വിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കാന ലഹു സഅതൻ, മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കൽപ്പിച്ച വാക്ക്, ബലിയറുക്കാനുള്ള സൗകര്യം ഒരാളുടെ കരങ്ങളിൽ ഉണ്ടായിട്ട്, ശ്രദ്ധിക്കണേ, ഈ ഒരൊറ്റ ഹദീസിന് നമ്മൾ അടിവരടണം. ബലിയറുക്കാനുള്ള സൗകര്യം ഒരാളുടെ കൈകളിൽ ഉണ്ടായിട്ട് അതിൽ പിശുക്ക് കാണിച്ചല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ, ഞാനൊന്ന് പൈനെ അത്ര അങ്ങോട്ട് അറുക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ച് അങ്ങനെയുള്ള ചിന്തകളോട് അതിൽ നിന്ന് മാറി നിന്ന് പോകുന്നവർ ആരാണോ അവർ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ്. മുസല്ലയിലേക്ക് വരണ്ട എന്നാണ് പറഞ്ഞത്. മുസല്ല പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മജ്ലിസിലേക്ക് എത്തണ്ട. ഓർക്ക് പെരുന്നാളില്ല. അറവിൻ്റെ ഒരു കാര്യത്തിലേക്ക് സമ്പത്ത് ഉണ്ടായിട്ടും അത് കൊടുക്കാനുള്ളൊരു ശേഷി നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും, സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിച്ചിടത്ത് അങ്ങനെ ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്ന ആളുകൾ മുസല്ലയിലേക്ക് വരണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്തിൻ്റെ മഹിമത്രേ, ആ ഒരു കർമ്മത്തിൻ്റെ പ്രത്യേകത എത്രയാണ്. അതുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളിൽ ബലി, അതായത് ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവൻ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആ തുടക്കത്തിൽ തന്നെ അതിന് നിയ്യത്തെടുത്ത് ഒരുങ്ങണം എന്നാണ്. ശ്രദ്ധ കാണിച്ച് ഒരുങ്ങണം. എങ്ങനെയൊക്കെ ഒരുങ്ങണം? അതിൻ്റെ വിധികൾ മാനിച്ചുകൊണ്ട്. നഖം മുറിക്കുക, നഖം നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക, നഖം മുറിക്കൽ, മുടിവെട്ടൽ, ഇതൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങി അതിനുവേണ്ടി തർത്തീബായി നിങ്ങൾ റെഡിയാകണം എന്നാണ്, അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനുവേണ്ടി ഒന്ന് നിയ്യത്തെടുക്കുക, എല്ലാവരും നിയ്യത്തെടുക്കുക. പല പണ്ഡിതന്മാരും പിന്നെ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, പരമാവധി ശ്രമിക്കണം എന്ന് പറഞ്ഞ് അതിനോട് അത്രത്തോളം നിർബന്ധമാണെന്ന് വാശി പിടിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലൊരു പിശുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. തുറന്ന മനസ്സോടെ നമ്മൾ ഇന്ന് തന്നെ അതിൻ്റെ വിഹിതങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നൊരു അന്തരീക്ഷം നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ്. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അറിവാണ്, ആളുകളെ കാണിക്കാനോ ആളുകൾക്ക് പ്രകടമാക്കാനോ അല്ല. ഇസ്ലാം പഠിപ്പിച്ച ഈ പുണ്യകർമ്മത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാതെ ശ്രദ്ധിക്കുക. സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് നിർവഹിച്ചിട്ടുള്ളതിൽ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രബലമായ കർമ്മങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ ഈ കർമ്മങ്ങൾ നിർവഹിക്കാൻ നാം ശ്രദ്ധ കാണിക്കുക. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം കർമ്മങ്ങൾക്ക് വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ, ഞാൻ അതിലേക്ക് ഒരുക്കമല്ലെങ്കിൽ, അല്ലേ? കുറേ ആൾക്കാരുണ്ട്, എന്ത് ദാനധർമ്മത്തിലേക്ക് ചോദിച്ചാലും, എന്തങ്ങോട്ട് ചോദിച്ചാലും അയക്കങ്ങോട്ട് പൈസ കൊടുക്കാൻ, പോക്കറ്റിൽ നിന്ന് എടുത്താണ് കൊടുക്കാനുള്ളൊരു മടി. സുഹൃത്തുക്കളെ, അള്ളാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ മടി കാണിക്കണ്ട. എന്തറിയോ? നിങ്ങൾ ചെയ്യുന്ന സ്വതക്കകളും നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തും, അതിലൂടെ ഒരാളും നശിച്ച ചരിത്രമല്ല, നന്നാവല്ലാതെ നശിച്ച ചരിത്രമല്ല. സമ്പത്ത് കൂടെ ചെയ്യുള്ളൂ, അള്ളാഹ് ബറക്കത്ത് തരേ ചെയ്യുള്ളൂ.
അതുകൊണ്ട് പിശുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാകണം. ലയജിത്തമിയുൻ, രണ്ട് കാര്യങ്ങൾ ഒരുമിക്കുകയില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, രണ്ടെണ്ണം ഒരുമിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് അൽ ഈമാൻ, ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാനും അതേപോലെ തന്നെ പിശുക്കും. പിശുക്ക് ഇത് രണ്ടും കൽബിലുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് ഈമാനിൻ്റെ ദുർബലമാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ കൽബിൽ പിശുക്കുണ്ട് എങ്കിൽ അയാളുടെ ഈമാൻ ദുർബലമാണെന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും എന്താ ചെയ്യുക, പിശുക്കിൽ നിന്ന് മോചിപ്പിക്കും. ഒരു വിശ്വാസിയുടെ ഗുണം അള്ളാഹ് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണെന്ത്, പിശുക്കുണ്ടാവുകയില്ല അല്ലേ. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? രണ്ടിൻ്റെയും ഇടയിൽ ചെലവഴിക്കുന്നവരാണ്. ദൂർത്തടിക്കില്ല, എന്നാൽ പിശുക്ക് കാണിക്കുമതുമില്ല. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നോക്കി കാര്യങ്ങൾ ചെലവഴിക്കുന്നവനാണ് ഒരു വിശ്വാസി. അള്ളാൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നിടത്ത്, അള്ളാഹ്ക്ക് വേണ്ടി ഒരു ഇബാദത്ത് നിർവഹിക്കുന്നിടത്ത് അതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത് എന്നതാണ്. അത് നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്ന നാളെ പരലോകത്ത് നമുക്കതൊരു വലിയ കുറ്റകരമായൊരവസ്ഥയായി അത് മാറും. അതുകൊണ്ട് ഇന്നു തന്നെ ഉളുഹിയ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രധാനമായി പ്രബലമായി കൽപ്പിച്ചിട്ടുള്ളൊരു ഇബാദത്തിനെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നമ്മുടെ സമ്പത്ത്. അത് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ചെലവഴിക്കാതെ പിശുക്കി വെച്ചാൽ അത് ജീവിതത്തിൽ പരീക്ഷണമായി, വലിയൊരു പരീക്ഷണമായി മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വെക്കേഷൻ കാലയളവിൽ പലപ്പോഴും നമ്മുടെ മക്കൾ, സമ്പത്ത് നമുക്കൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞ പോലെ തന്നെ മക്കൾ നമുക്കൊരു പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെയും സമ്പത്തിനെയും ഒരുപോലെ അല്ലാഹു എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. സീനത്താണ് എന്ന് അല്ലാഹു പറഞ്ഞു. സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു അലങ്കാരമാണ്. നമ്മുടെ മനസ്സിന് ഏറ്റവും കുളിര് നൽകുന്ന ഒരു അലങ്കാരമാണ് മക്കൾ. ആ മക്കളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെങ്കിൽ ആ ഫിത്ന ആയി നമ്മുടെ സമ്പത്തും മാറരുത്, നമ്മുടെ സന്താനങ്ങളും മാറരുത്. നമ്മുടെ സന്താനങ്ങൾ, സഹോദരങ്ങളെ, നമുക്കൊരു പരീക്ഷണമാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട മതപരമായ അറിവുകൾ അത് നമ്മുടെ മക്കൾക്ക് ലഭിക്കുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു വെക്കേഷൻ കാലയളവിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ സമ്മറൈസ് എന്ന പേരിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നൊരു പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് മണിമൂളിയിലെ നമ്മുടെ പള്ളിയും മദ്രസയും കേന്ദ്രീകരിച്ചുള്ള സ്ഥലത്ത് വെച്ച് നിർവഹിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന സമ്മറൈസ് എന്ന പ്രോഗ്രാമുണ്ട്. അതും സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് ദീന് കൊടുക്കാനുള്ള സംരംഭമാണ്. മക്കൾക്ക് മതം പഠിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് തെർബിയത്തും തസ്കിയത്തും മക്കൾക്ക് നൽകി അതിലൂടെ മക്കളെ കൊണ്ടുവരാൻ പറ്റുന്ന അതിമനോഹരമായൊരു വേദി. ഈ മക്കൾ പരീക്ഷണമാകാതിരിക്കാൻ വേണ്ടിയാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ചില ആളുകളുടെ മുന്നിലേക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പരാതിയുമായി നിൽക്കുന്ന മക്കളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കളാണ് എന്നെ വഴിപിഴപ്പിച്ചത്, ദീന് പഠിപ്പിക്കാൻ അവർ എൻ്റെ മുന്നിലേക്ക് എന്നെ അതിലേക്ക് ഇറക്കിയില്ല. ഭൗതികമായ പഠനത്തിലും ഭൗതികമായ ചിന്തകളിലും എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി നിർത്തിയതുകൊണ്ട് എൻ്റെ റബ്ബേ റബ്ബന, ഞങ്ങളുടെ എൻ്റെ രക്ഷിതാവേ, എന്നെ വഴിതെറ്റിച്ച എന്നെ പിഴപ്പിച്ചവരെൻ്റെ മുന്നിലേക്കൊന്ന് കാണിച്ചു താ റബ്ബേ. എന്തിനാണ്? അരിനല്ലതൈനി അതല്ലാന, എന്നെ പിഴപ്പിച്ചവരെ നീ എനിക്കൊന്ന് കാണിച്ചു തരൂ റബ്ബേ. എന്തിനാ അതറിയോ? എന്നെ പിഴപ്പിച്ചത് എൻ്റെ അമ്മയും വാപ്യ, എൻ്റെ രക്ഷിതാക്കളാണ്, എന്നെ പോറ്റി വളർത്തിയവരാണ്. അവർ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് വസ്ത്രം തന്നു, എന്നെ ദുനിയാവിലെല്ലാം എനിക്ക് നൽകി. പക്ഷേ സ്വർഗത്തിലേക്ക് എത്താനുള്ളൊരു വഴി, ഒരു ദിശ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നെ അവരാണ്. അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ വളർത്തുന്നതിൽ അവരെന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ദിശ നൽകാത്ത എൻ്റെ രക്ഷിതാക്കളെ എൻ്റെ മുന്നിലേക്കൊന്ന് കാണിച്ചു താ റബ്ബേ എന്ന് പറയുമ്പോൾ എന്തിനാണത്? അവരൊന്ന് ചുംബിക്കണമെന്ന, ഒന്ന് താലോലിക്കണമെന്ന അല്ല, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി ഒന്ന് ചവിട്ടിത്തിമറിക്കട്ടെ നാഥ എന്ന് മക്കൾ മാതാപിതാക്കൾക്കെതിരെ സംസാരിക്കുന്ന പരലോകം. അവിടെ നമ്മുടെ മക്കൾ നമുക്കെതിരെ പറയാതിരിക്കാൻ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അടുത്തൊരു വെക്കേഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പം എൻ്റെ കുട്ടീനെ എവിടെ കൊണ്ടുപോയി ചേർത്താന്ന് ചിന്തിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ദീന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. രണ്ടും പഠിപ്പിക്കണം, മക്കളെ രണ്ടും പഠിപ്പിക്കണം, ദീനും പഠിപ്പിക്കണം, അതേപോലെ തന്നെ മക്കൾക്ക് ഭൗതികമായ പഠനങ്ങളും വേണം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടേക്ക് നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പോകണം, നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പോകണം. അല്ലാഹ് ഹലാലാക്കിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കരിയറിലേക്ക്, നല്ല പഠനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു വിടണം. ഹറാമിന് ഒപ്പിടാനും പലിശയുടെ പിന്നെ ഈ പറയപ്പെടുന്ന ഈ ബാങ്ക് ജോലികൾക്ക് സൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പേനയുന്തുന്ന ആളുകളായിട്ടൊന്നും നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുക്കാൻ പാടില്ല. അള്ളാഹ് നിഷിദ്ധമാക്കിയ പല കാര്യങ്ങൾക്കും അത്തരം അധ്വാനങ്ങൾക്ക് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, അത് പരീക്ഷണമാണ്. ആ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നൊരു ദിവസം വരാണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് മക്കൾക്ക് ദീന് കൊടുത്ത് വളർത്തലാണ് ഏറ്റവും പ്രധാനം. ആ മതപരമായി മക്കൾക്ക് കൊടുക്കുന്ന അറിവുകളുടെ കൂട്ടത്തിൽ പ്രധാനമാണ് നമ്മുടെ മദ്രസ സംവിധാനം. അള്ളാൻ്റെ ദീന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഖുർആനുമായി ഖൽബ് ബന്ധപ്പെടുത്തുന്ന, ഖുർആനുമായി മനസ്സിനടുപ്പിക്കുന്ന മദ്രസ സംവിധാനം നമ്മുടെ നാട്ടിലില്ലേ? നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ രാവിലെ നേരത്തെ തന്നെ ഒരുക്കി മക്കൾ കയറി വരുന്നുണ്ടെങ്കിൽ ആ മദ്രസയുടെ കാര്യത്തിലും സഹോദരങ്ങളെ സാമ്പത്തികമായും ശാരീരികമായും പ്രാർത്ഥന കൊണ്ടുമൊക്കെ മദ്രസ സംവിധാനത്തിനോടൊക്കെ മനസ്സിങ്ങനെ ബന്ധപ്പെടുത്തുന്ന ആളുകളായി മാറണം. അല്ലേ? സ്കൂളിലേക്കൊരു കാര്യത്തിന് വേണ്ടി നമ്മളോട് വല്ല 10 ഉറുപ്പിക ചോദിച്ചാൽ ഒരു പരാതി ഉണ്ടാവില്ല. 1000 2000 എടുത്തു കൊടുക്കാൻ നമുക്കൊരു പരാതി ഉണ്ടാവില്ല. മദ്രസൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യത്തിന് 1 ഉറുപ്പിക നമ്മളോട് ചോദിച്ചാൽ അതിപ്പോൾ എന്തിനാ പൈസ? 1000 അന്വേഷണങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും. 1000 അന്വേഷണങ്ങൾ. എന്തോ അവിടെ ശൈത്താൻ നമ്മളെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. ദുനിയാവിനോടാണ് മനുഷ്യരുടെ ഹുബ്ബ്. ദുനിയാവ് ഇങ്ങനെ വളർത്തണം, ദുനിയാവിൽ കുറേ ഉണ്ടാക്കണം. പക്ഷേ മരിച്ചങ്ങോട്ട് പോകുമ്പോൾ സഹോദരങ്ങളെ ദുനിയാവ് അതോടെ തീർന്നു. അതുകൊണ്ട് മക്കളുടെ മതപരമായ പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അതിലേക്കൊരു ദിശ നൽകുന്ന സംവിധാനമാണ് നമ്മുടെ മുന്നിൽ ഒരുങ്ങിയിട്ടുള്ള സമ്മറൈസ് എന്ന പ്രോഗ്രാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പിന്നെ രജിസ്ട്രേഷനും കാര്യമുണ്ടോ എന്താണ് ഒക്കെ പ്രവർത്തകരോട് ചോദിക്കുക. അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക. അത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്, അന്വേഷിക്കാനുള്ള അവസരങ്ങളുണ്ട്. കുട്ടികളെ രജിസ്റ്റർ ചെയ്ത് ആ പ്രോഗ്രാമിലേക്ക് നേരത്തെ തന്നെ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളായ മക്കളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ലഹരികളിലൊക്കെ മക്കളിങ്ങനെ അകപ്പെട്ട് വഴിതെറ്റി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മുന്നിൽ, കൊലപാതകങ്ങളും ലഹരിയുടെ കഥകളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുമ്പോൾ എന്താ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളിങ്ങനെ പോകാൻ കാരണം നമ്മൾ പെരയിലിരുന്നും അങ്ങാടിയിലിരുന്നും ചർച്ച ചെയ്യലുണ്ട് അല്ലേ? അതിൻ്റെ പരിഹാരത്തിൻ്റെ മാർഗ്ഗമാണ് ഈ സംവിധാനങ്ങളൊക്കെ. ഇത് ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ല സന്താനങ്ങളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തും
നമ്മുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമായി മാറാതിരിക്കട്ടെ. റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് ഈ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹു തന്ന സകല നിഅമത്തുകളെ കൊണ്ടും സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.